ഈ പോത്തങ്കോട്ട് ശാന്തിഗിരി ആശ്രമത്തിൽ ശാന്തിഗിരി ഫെസ്റ്റ് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്കൂൾ അവധി ദിവസങ്ങൾ തുടങ്ങിയതോടെ മേളയിൽ നല്ല ജനത്തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ക്രിസ്മസ് പ്രമാണിച്ച് നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ശാന്തിഗിരി ഫെസ്റ്റ് അറിയിക്കുന്നു. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തത്സമയം. ഉമേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് അക്ഷയൻ. നമ്മളിപ്പോൾ ശാന്തിഗിരി ഫെസ്റ്റ് നടക്കുന്ന ഫെസ്റ്റ് ഗ്രൗണ്ടിലാണുള്ളത്. ഇവിടെ എന്തായാലും നമ്മളിപ്പോൾ അല്പം മുൻപ് സ്കാൻ ഈ കാട്ടാനയുടെ പ്രശ്നങ്ങളെല്ലാം കാണിച്ചു. എന്തായാലും പ്രേക്ഷകർക്ക് അതോടൊപ്പം കുറച്ച് വന്യമൃഗങ്ങളെ കൂടി കാണിക്കാം. ഇതൊരു വൈൽഡ് ഗാർഡൻ ആണ്. ഇത് പക്ഷേ ആക്രമിക്കില്ല. ഇതെല്ലാം ഒരു മിനിയേച്ചറുകളും ഒപ്പം അതിൻ്റെ ഒരു രൂപങ്ങളുമാണ്. ഇത് വൈൽഡ് ഗാർഡൻ, അതായത് നേരിട്ട് കാട്ടിലൊന്നും പോയി കാട്ടാനകളെ ഒന്നും കാണാൻ നിൽക്കാതെ നേരെ ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് വരാം. ഇവിടെ ഒട്ടുമിക്ക വൈൽഡ് അനിമലുകളും പക്ഷികളും എല്ലാം ഇവിടെയുണ്ട്. സിംഹം, കടുവ തുടങ്ങിയവ, ആന, കാട്ടുപോത്ത് എന്നിവയും ഒപ്പം ജിറാഫ് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിനോസർ അടക്കം കാലഹരണപ്പെട്ടുപോയ അനിമലുകളുമുണ്ട്. എന്തായാലും ഇതൊരു ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിരവധി ആഘോഷ പരിപാടികളും നിരവധി രഹസ്യങ്ങളെല്ലാം ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വരാം. അതിന് നാളെ മുതൽ ഒരു പ്രത്യേക സർപ്രൈസുമുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ അവധികളെല്ലാം തുടങ്ങി, ക്രിസ്മസ് അവധി. അതുകൊണ്ട് തന്നെ നാളെ മുതൽ 31ാം തീയതി വരെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ശാന്തിഗിരിയുടെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഗുരു സവിതുണ്ട്. നമസ്കാരം. ഇനി കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്? നമസ്കാരം. നമ്മളിപ്പോൾ കുട്ടികൾക്കായിട്ട് ക്രിസ്മസ് പുതുവത്സര സമ്മാനം എന്ന നിലയിൽ ഇന്നു മുതൽ പുതുവത്സര ദിനമായ ജനുവരി 1 വരെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പൂർണ്ണമായിട്ടും സൗജന്യമാക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ്, നവവത്സരം എല്ലാം ഇവിടെ ശാന്തിഗിരിയിൽ ആഘോഷിക്കാൻ വേണ്ട ഒരു ക്രമീകരണം, ഒരു പുതുവത്സര സമ്മാനമായിട്ടാണ് ശാന്തിഗിരി അവർക്ക് ഈ ഒരു കാര്യം സൗജന്യമായിട്ട് നൽകുന്നത്. അതേപോലെ തന്നെ ക്രിസ്മസ് വിരുന്ന് നാളെ സ്റ്റാർ സിംഗർ വിന്നറായ ശ്യാം പ്രസാദും സംഘവും നയിക്കുന്ന കൽക്കി ബ്രാൻഡിൻ്റെ ഒരു മ്യൂസിക്കൽ ഷോ നമ്മളിവിടെ നാളെ നടക്കുന്നു. അതോടെ ഫ്ലവേഴ്സിലൂടെ ജനങ്ങൾക്കെല്ലാം പരിചിതരായ പൊടിയൻ കൊച്ചേട്ടനും സംഘവുമുള്ള കോമഡി ഷോയും നാളെയുണ്ട്. മൊത്തത്തിൽ നമ്മൾ ക്രിസ്മസിനെ ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കാനാണ് പദ്ധതിയിടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ ശാന്തിഗിരിക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്തായാലും മറ്റ് ആഘോഷ പരിപാടികളും സജീവമായി. 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു റെസ്പോൺസ് ഒക്കെ? ഒരുപാട് പേര് വന്നു തുടങ്ങിയോ? പൊതുവേ ജനങ്ങളെല്ലാം നല്ല രീതിയിൽ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ വേണ്ടി ആളുകൾ ഓരോ ചെടിയെയും പ്രത്യേകമായിട്ട് ആളുകൾ കാണുകയും ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ആളുകളെല്ലാം വരുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ തിരക്കും അനുഭവപ്പെട്ടു തുടങ്ങി. ഇനിയുള്ള വെക്കേഷൻ സമയം എന്ന് പറയുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും ഇവിടെ ആഘോഷിക്കാനുള്ള അവസരമാണ് ഇപ്പം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ടുള്ള കലാപരിപാടികൾ എത്ര സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വൈകിട്ട് 6 മണിയോടുകൂടിയാണ് നമ്മൾ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ട്. തുടർച്ചയായ പ്രോഗ്രാമുകൾ നടക്കുന്നു. 31ാം തീയതി അതേപോലെ ഒരു മ്യൂസിക്കൽ നിശ എന്ന രീതിയിൽ തന്നെ രാത്രി ഒരു പുതുവത്സര സമയം വരെ സംഗീത നിശ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുള്ളത്. വളരെ നന്ദി. എന്തായാലും സ്കാൻ ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം മുതൽ 6 മണി മുതൽ കലാപരിപാടികളും ആരംഭിക്കും. ഈ രീതിയിൽ ക്രിസ്മസ് ദിനം ആഘോഷമാക്കാൻ ശാന്തിഗിരിയും ഒരുങ്ങിക്കഴിഞ്ഞു. സ്കാൻ. ഓക്കെ, താങ്ക് യു. ശാന്തിഗിരി ഫെസ്റ്റിൽ നല്ല കുട്ടികളുടെ കാണികളായ കുട്ടികളുടെ വരവ് കൂടിയിട്ടുണ്ട്. ഇന്ന് വിദ്യാർത്ഥികൾക്ക് സൗജന്യം കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പോത്തങ്കോട് പോയി ശാന്തിഗിരി ഫെസ്റ്റ് എൻജോയ് ചെയ്യുക. ക്രിസ്മസ് കാലമല്ലേ, അവധിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ട.